ഹലോ, ഇത് നമ്മുടെ ആസാം ട്രിപ്പിന്റെ ഡേ 2 പാർട്ട് 2 വീഡിയോ ആണ് കേട്ടോ. ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയപ്പോൾ മണി 2:30. പിന്നെ നമ്മൾ പോയത് ഓർക്കിഡ് ആൻഡ് ബയോഡൈവേഴ്സിറ്റി പാർക്കിലേക്കാണ്. പോകുന്ന വഴിക്ക് കണ്ടാണ് കേട്ടോ ഈ മണ്ണ് കൊണ്ട് ഉണ്ടാക്കിയ കട. ഇവിടെ നമ്മൾ ആദ്യം കണ്ടത് ഓർക്കിഡിന്റെ പല വെറൈറ്റീസ് ആണ്. 200ഓളം വെറൈറ്റി ഓർക്കിഡ്സ് ഇവിടെ ഉണ്ടായിരുന്നു. ഈ ഓർക്കിഡ് ഫ്ലവറിന്റെ അകത്തൊരു സാധനം അനങ്ങിക്കൊണ്ടിരിക്കുന്ന കണ്ടോ, ഇത് ഇൻസെക്ട്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇത് പിക്ചർ പ്ലാന്റ് ആണ്. എന്തെങ്കിലും പ്രാണി വന്നിരുന്ന അതിനെ ഇവ തിന്നുകളയും. നമ്മൾ മേഘാലയ പോയപ്പോൾ ജയന്തിയ ഹിൽസിൽ പോയില്ലേ, അവിടുത്തെ കാടുകളിൽ ഈ പ്ലാന്റ് ഉണ്ട് കേട്ടോ. അവിടുന്ന് കൊണ്ടുവന്നാണിത്. ഓർക്കിഡ്സിന്റെ കളക്ഷൻ പോലെ കാക്ടസിന്റെയും ഒരു വലിയ കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാനൊരു പ്ലാന്റ് ലവർ ആയതുകൊണ്ട് എനിക്ക് ഈ സെക്ഷൻസ് ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ കുറേ ടൈം ഇവിടെ സ്പെൻഡ് ചെയ്തു. പ്ലാന്റ്സ് മാത്രമല്ല കേട്ടോ, ടോട്ടലി 20 ഡിഫറെന്റ് സ്പോട്ടുകൾ ഈ ഒരു ബയോഡൈവേഴ്സിറ്റി പാർക്കിന്റെ അകത്തുണ്ട്. 92ഓളം ട്രൈബ് ഉണ്ട് കേട്ടോ ആസാമിൽ. അവർ ഉപയോഗിക്കുന്ന പലതരത്തിലുള്ള പാത്രങ്ങളും മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സും ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ കിട്ടി. ഇവിടെ ഒരു എംപോറിയം ഉണ്ട്, അവിടെ നിന്ന് നമുക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങിക്കാനും പറ്റും. പിന്നെ നമുക്കിവിടെ ലൈവായിട്ട് സാരി നെയ്യുന്നതൊക്കെ കാണാൻ കിട്ടി, ആസാമി സാരി. ഇപ്പൊ കണ്ടത് ആസാമിന്റെ ബിഹു ഡാൻസ് ആണ്. ഈ കണ്ട മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് എല്ലാം ആസാമിലെ പല ട്രൈബ്സും ഉപയോഗിക്കുന്ന മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ആണ് കേട്ടോ. അവരത് പെർഫോം ചെയ്തുകൊണ്ട് നമ്മളെ കാണിക്കുന്നുണ്ടായിരുന്നു. ഒരു കുട്ടി ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. ഈ റൈനോയെ ഞാൻ വാങ്ങിച്ചു. അതിന്റെ മുഖം അല്പം നീണ്ടിരിക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം. ഒണ്ടയിൽ സാരയില്ല, 850 രൂപയ്ക്ക് കിട്ടിയതല്ലേ. ഷോപ്പിങ്ങിന്റെ ഇടയിലാണ് കേട്ടോ ഇവനെ കിട്ടിയത്. ഇത് ആസാമിന്റെ ഒരു മേജർ സ്വീറ്റ് ആണ് കേട്ടോ, സെയിം നമ്മുടെ നെയ്യപ്പം തന്നെ. അവിടെ നമ്മൾ പോയത് ഒരു വിന്റേജ് കാർ ഷോറൂമിലേക്കാണ്. അങ്ങോട്ട് പോകുന്ന വഴിക്ക് നിറയെ മണ്ണുകൊണ്ടുണ്ടാക്കിയ വീടുകളാണ്. ഇത് ആസാമിൽ നമുക്ക് പൊതുവെ കാണാൻ കിട്ടുന്ന കാഴ്ചയാണ് കേട്ടോ. ഈ വിന്റേജ് കാർ ഷോറൂമിന്റെ പേര് ഡ്രസ് ഓൺ വീൽസ് എന്നാണ് കേട്ടോ. ഇവിടെ ഇന്ത്യയിൽ ആദ്യം വന്ന കാറും പിന്നെ വേൾഡ് വാറിന്റെ സമയത്ത് ആർമി ഉപയോഗിച്ചിരുന്ന വണ്ടികളും രാജീവ് ഗാന്ധി ഇന്ത്യ വിസിറ്റ് ചെയ്യാൻ വന്നപ്പോൾ ഉപയോഗിച്ചിരുന്ന കാറും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ പണ്ട് കാലത്ത് ഇലക്ട്രിസിറ്റി ഒക്കെ വരുന്നതിന് മുമ്പ് തീ കത്തിച്ച് പ്രവർത്തിപ്പിച്ചിരുന്ന ഫാനും പിന്നെ ആർമി വേൾഡ് വാറിന്റെ സമയത്ത് ഫോൾഡ് ചെയ്ത് യൂസ് ചെയ്യുന്ന ബൈസൈക്കിൾ ഉണ്ടായിരുന്നു. അതും പഴയ കാലത്തെ പമ്പും ഒക്കെ ഇവിടെ കണ്ടു. അവിടെ നമ്മൾ ഇറങ്ങിയപ്പോഴത്തേക്കും സൂര്യൻ അസ്തമിക്കാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഞങ്ങൾ ഇനി ശിവസാഗറിലേക്കാണ് പോകുന്നത്. ബാക്കി വിശേഷങ്ങളായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ.